അമേരിക്കയുടെ സുവർണ കാലത്തിന് തുടക്കമാവുകയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് അമേരിക്കയുടെ 47ാമത് പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലേറിയത്. അദ്ദേഹം വളരെ ചിരിച്ചുകൊണ്ട് അധികാരത്തിലേറുമ്പോൾ ഏതൊക്കെ രാജ്യങ്ങളുടെ ചിരിയാണ് മായാൻ പോകുന്നത് എന്നുള്ളതാണ്. ഇപ്പോഴേ പല രാജ്യങ്ങളുടെയും ചിരി മങ്ങി തുടങ്ങിയിരിക്കുകയാണ്. കാരണം അത്തരത്തിലുള്ള വളച്ചുകെട്ടില്ലാത്ത നയങ്ങളാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ അമേരിക്കയുടെ വിദേശ നയത്തിലടക്കം വൻ പൊളിച്ചെഴുത്തിന് ഒരുങ്ങുകയാണ് പുതുതായി അധികാരമേറ്റ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. വിദേശ രാജ്യങ്ങൾക്ക് നൽകി വന്ന ധനസഹായത്തിന്റെ കാര്യത്തിൽ നിർണായക തീരുമാനമാണ് അദ്ദേഹം കൈക്കൊണ്ടിരിക്കുന്നത്. അതായത് വിദേശ രാജ്യങ്ങൾക്ക് നൽകി വന്ന US ധനസഹായം മരവിപ്പിച്ചുകൊണ്ട് ഉത്തരവിട്ടു. ഇസ്രായേലിനുള്ള പ്രതിരോധ സഹായം ഒഴികെ മറ്റെല്ലാ രാജ്യങ്ങൾക്കുമുള്ള സഹായങ്ങളാണ് 90 ദിവസത്തേക്ക് മരവിപ്പിച്ച് ഉത്തരവിറക്കിയിരിക്കുന്നത്. വിവിധ രാജ്യങ്ങൾക്ക് നൽകുന്ന വികസന സഹായം, ദരിദ്ര രാജ്യങ്ങൾക്കുള്ള സന്നദ്ധ സഹായം, സഖ്യരാജ്യങ്ങൾക്ക് നൽകുന്ന സൈനിക സഹായം എന്നിവ അടക്കം എല്ലാം ഇപ്പോൾ മരവിപ്പിച്ചിട്ടുണ്ട്. ലോകത്തെ ഏറ്റവും അധികം പണം വിദേശ രാജ്യങ്ങൾക്ക് സഹായം നൽകുന്ന രാജ്യമാണ് അമേരിക്ക. ഏതാണ്ട് 6 ലക്ഷം കോടി രൂപയാണ് ഒരു വർഷം അമേരിക്ക മറ്റു രാജ്യങ്ങൾക്ക് സഹായമായി നൽകുന്നത്. ഇത് പൂർണ്ണമായി നിലയ്ക്കുന്നത് പല ദാരിദ്ര്യ വികസ്വര രാജ്യങ്ങളെയും ബാധിക്കും. അർഹരായവർക്ക് മാത്രം സഹായം പുനഃസ്ഥാപിക്കുമെന്നാണ് ട്രംപിന്റെ നിലപാട്. നേരത്തെ ലോകാരോഗ്യ സംഘടനയ്ക്ക് നൽകി വന്ന ധനസഹായവും ട്രംപ് മരവിപ്പിച്ചിരുന്നു. ലോകാരോഗ്യ സംഘടനയിൽ നിന്ന് പിന്മാറാനുള്ള US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനത്തെ തുടർന്നുള്ള പ്രതിസന്ധി നേരിടാനായി ചിലവ് ചുരുക്കാൻ സംഘടന തീരുമാനിക്കുകയും ചെയ്തു. ചിലവ് ചുരുക്കലിനുള്ള നിർദ്ദേശം ലോകാരോഗ്യ സംഘടനാ മേധാവി ജീവനക്കാർക്ക് നൽകി. US പ്രഖ്യാപനം നമ്മുടെ സാമ്പത്തിക സ്ഥിതി ഗുരുതരമാക്കുമെന്നാണ് ഡയറക്ടർ ജനറൽ ടെഡ്രോസ് അദാനം കത്തിൽ പറഞ്ഞിരിക്കുന്നത്. സംഘടനയുടെ ആകെ ബജറ്റിന്റെ 18% നൽകുന്നത് US ആണ്. യാത്രാ ചെലവുകൾ, പുതിയ നിയമനങ്ങൾ എന്നിവ കുറയ്ക്കും. അതേസമയം ഗുരുതര വിഷയങ്ങളിൽ ഇടപെടാതിരിക്കില്ല. മുൻഗണനകൾ പുതുക്കി നിശ്ചയിക്കും. കൂടുതൽ ചെലവ് ചുരുക്കൽ പദ്ധതികൾ പിന്നീട് പ്രഖ്യാപിക്കുമെന്നും ജീവനക്കാർക്കുള്ള സന്ദേശത്തിൽ പറയുന്നുണ്ട്. പ്രസിഡന്റായി ചുമതലയേറ്റ ആദ്യ ദിവസം തന്നെ ലോകാരോഗ്യ സംഘടനയിൽ നിന്ന് പിന്മാറുന്ന തീരുമാനത്തിൽ ട്രംപ് ഒപ്പുവെച്ചിരുന്നു. കോവിഡ് പ്രതിസന്ധി നേരിടുന്നതിൽ സംഘടന വീഴ്ച വരുത്തിയെന്നായിരുന്നു ആരോപണം. ഇതുകൂടാതെ സൗദി അറേബ്യയോടും മറ്റു പെട്രോളിയം കയറ്റുമതി രാജ്യങ്ങളോടും എത്രയും പെട്ടെന്ന് എണ്ണവില കുറയ്ക്കാനും ആഹ്വാനം ചെയ്തിരിക്കുകയാണ് ട്രംപ്. റഷ്യയും യുക്രൈനും തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിക്കാൻ ഇത് അത്യന്താപേക്ഷിതമാണെന്നാണ് ട്രംപ് പറയുന്നത്. സ്വിറ്റ്സർലാൻഡിലെ ഡാവോസിൽ നടക്കുന്ന ലോക സാമ്പത്തിക ഫോറത്തെ വെർച്വലായി അഭിസംബോധന ചെയ്യവെയാണ് എണ്ണവില കുറയ്ക്കണമെന്ന് ട്രംപ് കഴിഞ്ഞ ദിവസം ആവശ്യപ്പെട്ടത്. എണ്ണവില എത്രയും പെട്ടെന്ന് കുറയ്ക്കാൻ ഞാൻ സൗദി അറേബ്യയോടും മറ്റ് ഒപെക് രാജ്യങ്ങളോടും ആവശ്യപ്പെടുകയാണ്. നിങ്ങൾ അത് ചെയ്യണം. സത്യം പറഞ്ഞാൽ അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ വില കുറയ്ക്കാതിരുന്നത് എന്നെ അത്ഭുതപ്പെടുത്തുകയാണ്. എണ്ണവില കുറഞ്ഞാൽ റഷ്യ യുക്രൈൻ യുദ്ധം ഉടൻ അവസാനിക്കും. ഇപ്പോൾ യുക്രൈനിൽ സംഭവിക്കുന്ന കാര്യങ്ങൾക്ക് ഒപെക് രാജ്യങ്ങൾ ഒരു പരിധിവരെ ഉത്തരവാദികളാണ്. ദശലക്ഷക്കണക്കിന് ജീവനുകളാണ് അവിടെ നഷ്ടമായിക്കൊണ്ടിരിക്കുന്നത്. എണ്ണവില കുറയുന്നതിനൊപ്പം ലോകമെമ്പാട് പലിശ നിരക്കും കുറയണമെന്നും ട്രംപ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ലോകത്തെ പ്രധാന എണ്ണ ഉൽപാദകരാണ് റഷ്യ. യുദ്ധത്തെ തുടർന്ന് റഷ്യയ്ക്ക് മേൽ അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും ഉപരോധം ഏർപ്പെടുത്തിയതോടെ റഷ്യ വില കുറച്ച് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് എണ്ണ വിൽക്കുന്നുണ്ട്. റഷ്യയുടെ പ്രധാന വരുമാന മാർഗവും ഇങ്ങനെ എണ്ണ വിൽക്കുന്നതാണ്. ഒപെക് രാജ്യങ്ങൾ എണ്ണവില കുറച്ചാൽ ഇപ്പോൾ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്ന രാജ്യങ്ങൾ ഒപെക്കിൽ നിന്ന് എണ്ണ വാങ്ങുകയും അതോടെ വരുമാനം കുറയുന്ന റഷ്യ യുദ്ധത്തിൽ നിന്ന് പിന്മാറാൻ എത്രയും പെട്ടെന്ന് നിർബന്ധിതരാവും എന്നാണ് ട്രംപ് കണക്കുകൂട്ടുന്നത്. യുദ്ധത്തെ തുടർന്ന് നികുതികൾ, താരിഫുകൾ, ഉപരോധം എന്നിവയിലൂടെ റഷ്യയ്ക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സാമ്പത്തിക പ്രത്യാഘാതങ്ങളെ കുറിച്ചും പ്രസംഗത്തിനിടെ ട്രംപ് ഓർമ്മിപ്പിച്ചു. റഷ്യൻ പ്രസിഡന്റ് പുടിനോടും റഷ്യക്കാരോടുമുള്ള തന്റെ ദീർഘകാല ബന്ധത്തെക്കുറിച്ചും ട്രംപ് പ്രസംഗത്തിൽ വ്യക്തമാക്കി. അതേസമയം അഫ്ഗാനിസ്ഥാനിൽ US സൈന്യം ഉപേക്ഷിച്ചു പോയ $7 ബില്യൺ, അതായത്